എല്ലാവരും ഇപ്പോൾ അതിനുശേഷം ഒരുപാട് പേര് ചോദിച്ചു ഈ ഒരു സിനിമയിലേക്ക് ഒന്ന് ചെയ്താൽ പോരായിരുന്നു എന്ന്. അതിൻ്റെയും ഒരു റീസൺ ഇത് തന്നെയാണ്. കാരണം നമുക്ക് അത്രമാത്രം ഞങ്ങളുടെ കയ്യിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, എല്ലാ ടെക്നീഷ്യൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ നമുക്ക് പരിഗണിക്കുകയും വേണം. പരിഗണിക്കുന്നതിലുപരി പരിഗണിക്കുക എന്നുള്ള വാക്കുപോലും സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം അത്രയും നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ മുൻനിരയിലേക്ക് എത്തും തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മുൻനിരയിലേക്ക് എത്തിക്കാൻ നമ്മളിലൂടെ സാധിക്കുന്ന അതെ പിന്നെ തീർച്ചയായും. കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് നമ്മുടെ അതിൽ ഓരോ ഫിലിംസിലും ചെയ്തിരിക്കുന്നതും അങ്ങനത്തെ ആൾക്കാർ തന്നെയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഓരോ വെയിൽ എന്ന് പറയുന്ന നമ്മുടെ തമിഴ് ഇതിൽ ഇപ്പോൾ സാധാരണ നമ്മളൊരു മലയാളികൾ തമിഴ് സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു മലയാളിയെ പിടിക്കും, ആ ലുക്ക് ചേഞ്ച് വരുത്തും. പക്ഷെ നമ്മളൊരിക്കലും ആ ഡയലോഗിലോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിലോ നമ്മൾ കൂടുതലൊരു ഇത് കൊടുക്കുന്നില്ല എന്നല്ല, ബട്ട് നമ്മളങ്ങനെ കാണുന്നില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആലോചിക്കുമ്പോൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യും. അപ്പം നമ്മുടെ ഡയറക്ടർ അതിൽ റഷീദേട്ടനായ അപ്പോൾ പുള്ളി പറഞ്ഞത് ഒരിക്കലും അതിൽ ആ കാര്യത്തിലും നമുക്കൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ തന്നെയായിരുന്നു നമ്മുടെ ആ ആർട്ടിസ്റ്റുകളെല്ലാം തമിഴ് ബേസ്ഡ് തന്നെയായിരുന്നു. അതിൽ 4 മെയിൻ ലീഡ് ചെയ്തിരുന്ന ആർട്ടിസ്റ്റുകളും അവർ തമിഴ് ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അവരത് ചെയ്തിട്ട് പോയി. അങ്ങനെ ഓരോ ഡയറക്ടേഴ്സിന് ജംഷീറിനാണെങ്കിലും അവൻ്റെ കഥാപാത്രങ്ങൾക്ക് എങ്ങനെ വേണം, എന്തൊക്കെ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നടരാജേട്ടനാണെങ്കിലും കറക്റ്റ് ആ ഒരു വിഷൻ ഉണ്ടായിരുന്നു. മെയിൻ അത് തന്നെയാണ്, നമ്മൾ അതിൻ്റെ കൂടെ നിന്നു എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്തിട്ടുള്ളൂ.